ഇന്ന് നമുക്ക് നല്ല രീതിയിൽ എങ്ങനെയാണ് ക്രീം വിപ്പ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. 2-3 പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇടാമോ എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ക്രീം ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന വിസ്കും ബൗളും നല്ല രീതിയിൽ തുടച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ കഴുകിയിട്ട് വെയിലത്ത് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുത്താലും മതി. അതായത് വെള്ളത്തിൻ്റെ ഈർപ്പം പാടില്ല, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയൊക്കെ ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. ഞാനും ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ തണുപ്പിക്കാതെ ചെയ്താലും ക്രീം നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഒരുപക്ഷെ നമ്മൾ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വിസ്കായാലും ബൗളായാലും തണുപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആ തണുപ്പിക്കുന്ന സമയത്തും ചെറിയൊരു ഈർപ്പം ഉണ്ടാവും. വെള്ളത്തിൻ്റെ ഒരു അംശം ആ വിസ്കിലും ബൗളിലും വരാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ തണുപ്പിക്കാൻ വെക്കണമെന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ആ ഈർപ്പത്തോടെ കൊണ്ടുവന്ന് ക്രീം ഒഴിക്കരുത്. അതൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ക്രീം ഒഴിക്കാൻ പാടുള്ളൂ. പിന്നെ ക്രീം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ക്രീം ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിലൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ എടുത്തതിന് ശേഷം ബാലൻസ് വരുന്ന ക്രീം ഇതേപോലെ വെക്കും. അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് പൊട്ടിച്ചുള്ള ക്രീം ആയാലും അത് ഇങ്ങനെ മുകളിലേക്ക് കുറച്ച് ലൂസായിട്ടുള്ള ക്രീമും അടിഭാഗത്ത് നല്ല കട്ടിയായിട്ടുള്ള ക്രീമായിട്ടും അങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ മുകൾ ഭാഗത്ത് കുറച്ച് വെള്ളം പോലെയും അടിഭാഗത്ത് അതിൻ്റെ കട്ടിയായിട്ടും ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിലൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ആ മുകളിലത്തെ ക്രീം മാത്രമായിരിക്കും ചിലപ്പോൾ നമ്മൾ ഷേക്ക് ചെയ്യാതെ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത്. അതെന്ത് ചെയ്യുന്നറിയാമോ, അത് ലൂസായിട്ടുള്ള ഒരു രീതിയിലായിരിക്കും. അപ്പോൾ അത് നമ്മൾ വിപ്പ് ചെയ്തെടുക്കുമ്പോൾ എത്ര നമ്മൾ വിപ്പ് ചെയ്തെടുത്താലും അതിങ്ങനെ വെള്ളം പോലെ ഒരു ലൂസായിട്ടുള്ള ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിലൊന്ന് കുലുക്കി കൊടുക്കണം. അപ്പോൾ ഈ താഴ്ഭാഗത്ത് കിടക്കുന്ന ക്രീമും മുകളിലത്തെ ക്രീമും കൂടെ നല്ലോണം ഒന്ന് മിക്സായിട്ട് കറക്റ്റ് രീതിയിലുള്ള ഒരു ക്രീമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിങ്ങനെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു ലൂസ് നിങ്ങൾ കണ്ടില്ലേ, ആ രീതിക്ക് നമുക്ക് ക്രീം ഫ്രീസറിൽ നിന്നെടുത്ത് നേരത്തെ തന്നെ വെച്ചിട്ട് ലൂസാക്കി എടുക്കണം. കട്ടായിട്ടുള്ള ക്രീം ഒഴിക്കാനേ പാടില്ല. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ ക്രീം എടുത്തിട്ട് ഫ്രീസറിൽ നിന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ ഫ്രിഡ്ജിലിരുന്നിട്ട് അതിൻ്റെ കട്ടകളെല്ലാം പോയി ഒന്ന് ലൂസായി കിട്ടും. ഈ ഒരു പരുവത്തിൽ ഞാൻ നേരത്തെ ഒഴിച്ചില്ലേ, ആ ഒരു രീതിയിൽ നമുക്ക് ക്രീമായി കിട്ടും. അതിന് ശേഷം വേണം വിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അങ്ങനെ ഒരു പക്ഷേ ഫ്രീസറിൽ നിന്ന് എടുത്ത് വയ്ക്കാൻ മറന്നുപോയി എന്ന് വന്നാൽ നിങ്ങളത് നേരിട്ടെടുത്ത് പുറത്ത് വയ്ക്കണം. ഫ്രിഡ്ജിൽ വയ്ക്കുന്നേക്കാളും പുറത്ത് വയ്ക്കുമ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് ലൂസായി കിട്ടും. എന്നിട്ട് ഇതേപോലെ ബൗളിലൊഴിച്ച് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. ചിലപ്പോൾ നിങ്ങൾ ഒഴിക്കുന്ന സമയത്തും കട്ടയായിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ നമുക്ക് കേക്ക് ചെയ്ത് കൊടുക്കാനുള്ളതാണ് എന്നുണ്ടെങ്കിൽ ആ കട്ടയായിട്ടുള്ള ക്രീം തന്നെ നമുക്കൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട്, നനവില്ലാത്തൊരു സ്പൂൺ വെച്ചിട്ട് ആ ബോക്സിനകത്ത്, അതായത് ആ ബോട്ടിലിനകത്ത് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൽ നിന്ന് കുറച്ച് കോരി, ഒരു സ്പൂൺ കൊണ്ട് കോരി ഒരു ബൗളിലിട്ട് ഒന്ന് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒരു കുറച്ച് സമയം ഒന്ന് പുറത്ത് വയ്ക്കുമ്പോൾ പെട്ടെന്ന് ലൂസായി കിട്ടും. എന്നിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അത് അത്യാവശ്യ ഘട്ടം വരുവാണെങ്കിൽ മാത്രം. ഇല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ നേരത്തെ തന്നെ ഫ്രീസറിൽ നിന്നെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒന്ന് ലൂസായതിന് ശേഷം നമുക്ക് ഇതേപോലെ വിപ്പ് ചെയ്തെടുക്കാം. ഫസ്റ്റിൽ നമ്മൾ 1ാമത്തെ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് അങ്ങനെ മാറി 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 നമ്മൾ 5ാമത്തെ സ്പീഡിലോട്ട് വരണം. ആ സ്പീഡിലെത്തുമ്പോൾ നമ്മൾ നല്ല രീതിയിലൊന്ന് വിപ്പ് ചെയ്തെടുക്കണം. പിന്നെ ഇടയ്ക്ക് ഒരു പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് നേരം, ചില ബീറ്ററിൻ്റെയൊക്കെ വ്യത്യാസങ്ങളുണ്ടാകും. ഓരോ കമ്പനിയും, ചില കമ്പനിയുടെ ആണെങ്കിൽ പെട്ടെന്ന് ബീറ്റായി കിട്ടും, ചിലത് താമസം വരും, സ്പീഡ് കുറവുള്ള ബീറ്റർ കാണും, അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾ വിപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് കുറേ സമയം ആവുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ വിസ്ക് ചൂടായാലും ക്രീം പെട്ടെന്ന് വിപ്പായി കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് സമയം ഒന്ന് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ട് ക്രീം നല്ല രീതിയിൽ അടച്ചൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കണം. നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റിയെന്ന് വിചാരിച്ചിട്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതായത് നമ്മൾ ചൂടായിട്ടുള്ള ബിസ്ക്കറ്റ് ബീറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി ജസ്റ്റ് ഒന്ന് അതിൻ്റെ ചൂടെല്ലാം ഒന്ന് മാറിയതിന് ശേഷം രണ്ടാമതെടുത്ത് വിപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ചൂടായിട്ടുള്ള ബ്ലേഡ് ഇട്ട് വീണ്ടും നമ്മൾ ബീറ്റ് ചെയ്യുമ്പോഴാണ് ക്രീം എത്ര ചെയ്താലും വീണ്ടും അത് ബ്ലേഡ് ചൂടായിക്കൊണ്ടും ഇരിക്കും, ക്രീം വിപ്പായി കറക്റ്റിന് വരെയില്ല. പിന്നെ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പം 5ാമത്തെ സ്പീഡിൽ ഇട്ടിട്ടായിരിക്കും നമ്മൾ ഓഫ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ, അതായത് 1, 2, 3, 4, 5 അങ്ങനെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ബട്ടൺ ഇങ്ങനെ മാറ്റി കൊടുത്തിട്ട് 5ാമത്തെ സ്പീഡിലിട്ട് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ വേവ്സൊക്കെ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ബീറ്റായി വന്നെന്നുള്ളത്. അപ്പോൾ ഈ സൈഡിലൊക്കെ നമ്മൾ ഫസ്റ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ തെറിച്ചിട്ട് സൈഡിലോട്ട് പോയിരിക്കും കുറച്ച് ക്രീമെല്ലാം. അത് നമ്മളൊരു സ്പാച്ചിൽ വെച്ചിട്ട് അതിനെ നല്ല രീതിയിലൊന്ന് എടുത്ത് സെൻറ്ററിലേക്കൊന്ന് ആക്കി കൊടുത്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഓവർ ബീറ്റ് ആവാൻ പാടില്ല. നമ്മൾ ബീറ്റ് ആയോ എന്നുള്ള ഒരിതിൽ ഒരുപാടിട്ടങ്ങ് ബീറ്റ് ചെയ്തെടുക്കരുത്.
ചെയ്യരുത്. നമുക്ക് അതിൻ്റെ ആ ഒരു ബ്ലേഡ് ജസ്റ്റ് ഒന്ന് ടൈറ്റായി വരും. നമുക്കറിയാൻ പറ്റും നമ്മൾ ബീറ്റ് ചെയ്ത് തുടങ്ങിയ സമയത്ത് ബ്ലേഡ് എങ്ങനെയായിരുന്നു ലൂസായിരുന്നതും നമ്മൾ കുറച്ചൊന്ന് ബീറ്റായി വന്നു കഴിഞ്ഞാൽ ബ്ലേഡ് കുറച്ചൊന്ന് ടൈറ്റായി വരുന്നത് നമുക്കറിയാൻ പറ്റും. അങ്ങനെ അല്പം ഒന്ന് ടൈറ്റായി വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. ഒരുപാട് വീണ്ടും ബീറ്റ് ചെയ്താൽ അത് ഓവർ ബീറ്റായി പോവും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കേക്ക് ചെയ്തെടുക്കുമ്പോൾ എയർ ബബിൾസ് വരുന്നതും എങ്ങനെയൊക്കെ നമ്മൾ ക്രീം വിപ്പ് ചെയ്തല്ല സ്പാച്ചിൽ വെച്ചിട്ട് നീക്കിയാലും അതൊരു കട്ടിയായിട്ടുള്ളത് തന്നെ പോലെ അങ്ങനെ ഇരിക്കും. ഒരു സ്മൂത്തായിട്ടുള്ള ക്രീം ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഐസിങ് ചെയ്തെടുക്കാനും നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടൊരു ഓവർ ബീറ്റ് ആവാതെ ഒരു മീഡിയം ലെവലിൽ ബീറ്റ് ചെയ്തെടുക്കണം. അത് ക്രീം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്നിട്ട് നമ്മൾ ആ വിസ്ക് ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തുന്ന സമയത്ത് അതിൽ കുറച്ച് ക്രീം കൂടി ഇങ്ങനെ വന്ന് നിൽക്കും. ആ ഒരു രീതിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. നമ്മൾ ഓവർ ബീറ്റ് ആവുന്ന എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ വിസ്ക് ഇങ്ങനെ നിർത്തുന്ന നല്ല ടൈറ്റായി വരുമല്ലോ. ഓവർ ബീറ്റ് ആവുന്നതാണ് ഞാൻ പറയുന്നത്. അത് നല്ല ടൈറ്റായിട്ട് നമ്മളിങ്ങനെ വിസ്ക് ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തുന്ന സമയത്ത് അവിടെ നല്ലൊരു ഹോളാവും. ആ ഹോളായി വരുവാണെങ്കിൽ അത് ഓവർ ബീറ്റായി എന്നാണ് അർത്ഥം. മാത്രമല്ല ഈ ഓവർ ബീറ്റ് ആവുന്ന സമയത്ത് നമ്മളിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ആ ക്രീം എല്ലാം കൂടി ഇങ്ങനെ തെറിച്ച് ഒരു സൈഡിലേക്ക് പോയിട്ട് അവിടെ ഒരു ഹോളായിട്ട് അങ്ങനെ വരും. അല്ലാതെ നമ്മളിങ്ങനെ വിസ്ക് ഇങ്ങനെ ഉയർത്തുന്ന സമയത്ത് ഒരു ഹോൾ വരുന്നതല്ല. നല്ല രീതിയിൽ ക്രീം ഒരറ്റത്തേക്ക് അങ്ങ് പോയിട്ട് അവിടെ ക്രീമൊന്നും ഇല്ലാതെ അങ്ങനെ തെറിച്ചങ്ങ് ഒരു സൈഡിലേക്ക് അങ്ങ് മാറും. അങ്ങനെ വരുമ്പോഴാണ് ഓവർ ബീറ്റായി എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ നല്ല ടൈറ്റ് ആവും, ബ്ലേഡ് നല്ല ടൈറ്റായി വരും. അതേസമയം നമ്മൾ വിസ്ക് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് വേറെ കുഴപ്പമൊന്നുമില്ലാതെ ക്രീം നല്ല ഒരു മീഡിയം ലെവലിൽ വരണമെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് ക്രീമിൻ്റെത്. പിന്നെ നമ്മൾ വിസ്കും എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ബൗളൊന്ന് ചരിച്ച് പിടിച്ച് നോക്കണം. ചരിച്ചൊന്ന് കമിഴ്ത്തിയൊക്കെ നോക്കണം. ക്രീം താഴേക്ക് വീഴരുത്. അതാണ് ക്രീമിൻ്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. നമ്മൾ ബൗളൊന്ന് കമിഴ്ത്തി കൊടുക്കുമ്പോൾ ആ ബൗളിൽ നിന്ന് ക്രീം താഴേക്ക് വീഴാൻ പാടില്ല. നമ്മളിങ്ങനെ തട്ടി കൊടുത്താലും അത് വീഴാൻ പാടില്ല. ആ ഒരു രീതിയിൽ നമുക്ക് ക്രീം കിട്ടുകയാണെങ്കിൽ കറക്റ്റായിട്ട് വിപ്പായി എന്നുള്ളതാണ് അർത്ഥം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മുടെ കയ്യിലൊന്നും വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല. നമ്മൾ ഇതുപോലെയൊക്കെ ഇങ്ങനെ കുടഞ്ഞെടുക്കുന്ന സമയത്തൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വെള്ളത്തിൻ്റെ അംശമുണ്ടെങ്കിലും അത് ക്രീമിനെ ബാധിക്കും. അപ്പോൾ ആ വെള്ളത്തിൻ്റെ അംശം ഒന്നും പാടില്ല. നമ്മൾ നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഒരു കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റും. പിന്നെ ഫസ്റ്റ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഫിയോനയാണ്. ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. എനിക്ക് അന്ന് ചെയ്ത് പഠിച്ചതുകൊണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ എനിക്ക് ആ ക്രീം യൂസ് ചെയ്യുന്നതിനാണ് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇത് കിട്ടാതെ വരുവാണെങ്കിൽ ഞാൻ എല്ലാ കമ്പനിയുടെയും യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ എളുപ്പം തോന്നിയിട്ടുള്ളത്, ഐസിങ് ചെയ്യാൻ ഏറ്റവും എളുപ്പം തോന്നിയിട്ടുള്ളത് ഈ ഒരു ക്രീമാണ്. പിന്നെ ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ബീറ്റ് ചെയ്ത് ക്രീം അങ്ങ് നല്ല ടൈറ്റായി പോകരുത്. അങ്ങനെ ടൈറ്റായി പോകുമ്പോഴാണ് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. എങ്ങനെ ഷാർപ്പ് എഡ്ജ് ചെയ്യാൻ നോക്കിയാലും അത് ക്ലിയർ ആയിട്ട് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും നമുക്ക് ക്രീമിന് എപ്പോഴും ആവശ്യം. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബീറ്റ് ചെയ്യാവുന്നത് മാത്രമല്ല ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. ഷാർപ്പ് എഡ്ജ് ചെയ്യുന്നതിനും എല്ലാത്തിനും നമുക്ക് ക്രീം നല്ല രീതിയിൽ കിട്ടിയാൽ നമുക്ക് ഏത് ഡെക്കറേഷൻ ചെയ്യാൻ പറ്റും. കേക്ക് പെട്ടെന്ന് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാത്തിനും നല്ലൊരു ക്രീം നല്ല സ്മൂത്ത് ആയിട്ടിരിക്കണം. അതാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ നമ്മൾ എടുത്തതിന് ശേഷം ബാലൻസ് വരുന്ന ക്രീം ഞാൻ നേരത്തെ കാണിച്ചതുപോലെ നല്ല രീതിയിൽ അടച്ചിട്ട് പിന്നെ നമ്മൾ ഫ്രീസറിൽ വെക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത ക്രീം ഫ്രിഡ്ജിൽ വെച്ച് ലൂസാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ വീണ്ടും ഫ്രീസറിലേക്ക് വെക്കരുത്. അത് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരുന്നാൽ മതി. ആ ഒരു തണുപ്പോട് കൂടി തന്നെ അവിടെ ഇരുന്നോളും, കുഴപ്പമൊന്നും വരില്ല. ഒരാഴ്ച 10 ദിവസമൊക്കെ നമുക്ക് അത് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത് ടൈറ്റായിട്ട് അടച്ചു വെക്കണമെന്നേ ഉള്ളൂ. എയറൊന്നും കയറാത്ത രീതിയിൽ നല്ല രീതിയിലൊന്ന് ഞാൻ കാണിച്ചതുപോലെ അടച്ചിട്ട് ഒരു റബ്ബർ ബാൻഡും കൂടി അവിടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതങ്ങനെ ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും. അതങ്ങനെ വെച്ചിട്ട് നമുക്ക് പിന്നെ അടുത്ത കേക്ക് വരുന്ന സമയത്ത് എടുത്ത് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ എപ്പോഴും ഈ ബീറ്റ് ചെയ്യുന്ന സമയത്ത് അത് മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്തായാലും ക്രീം ആയാലും ഞാൻ ബൗളൊന്ന് ചരിച്ച് പിടിച്ചു കൊടുക്കും. എനിക്കങ്ങനെ ചരിച്ച് പിടിച്ച് ബീറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ബീറ്റായി വരുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അതങ്ങനെ ചരിച്ച് പിടിക്കുമ്പോൾ നമ്മൾ മുട്ട ആയാലും ക്രീം ആയാലും കുറച്ചിങ്ങനെ താഴേക്ക് എല്ലാം കൂടി ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വന്ന് നിൽക്കുമല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് ബീറ്റായി കിട്ടുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ബീറ്റായി കിട്ടും. ഓവർ ബീറ്റ് ആവുന്ന സമയത്ത് എങ്ങനെയാണ് അതിനകത്ത് ഹോൾ വരുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വിസ്ക് വെച്ചിട്ട് ഒന്ന് കുത്തി ഇളക്കിയൊക്കെ നോക്കി. പക്ഷേ അത് കറക്റ്റ് ആ ഒരു രീതിയിലുള്ളൊരു ഹോൾ അവിടെ ഉണ്ടാവണില്ല. അതെങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ക്രീം എല്ലാം കൂടി ഒരു സൈഡിലേക്ക് ഇങ്ങനെ തെറിച്ച് പോവും, എന്നിട്ട് വലിയൊരു ഹോളായിട്ട് വരും. അങ്ങനെ വരുന്ന സമയത്താണ് ഓവർ ബീറ്റ് ആവുന്നത്. അതെങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ നോക്കിയത്. പക്ഷേ അത് കറക്റ്റായിട്ട് ആ രീതിയിലുള്ളൊരു ഹോൾ അവിടെ വരണില്ല. പിന്നെ ചില ക്രീമിനൊക്കെ പഞ്ചസാര പൊടിച്ചതും കൂടി അതിൽ ചേർത്തിട്ട്
വിപ്പ് ചെയ്ത് എടുക്കാറുണ്ട്, മധുരം കുറവായതുകൊണ്ട്. പക്ഷേ ഫിയോനയ്ക്ക് എനിക്ക് ഇതുവരെയും അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടില്ല. ഞാൻ കൊടുത്തിട്ടുള്ള കസ്റ്റമേഴ്സ് ആരും ഇതുവരെ മധുരം കുറവാണെന്ന് പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ പഞ്ചസാര ചേർക്കാതെ തന്നെയാണ് ബീറ്റ് ചെയ്ത് കൊടുക്കാറുള്ളത്. ബീറ്റ് ചെയ്തല്ല, കേക്ക് ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഏകദേശം മാറിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതും കൂടി അറിയിച്ചേക്കണം. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ ഞാൻ എന്തായാലും പറഞ്ഞു തരുന്നതായിരിക്കും.